SIR-ൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ വാക്പോര് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലായിരുന്നു രൂക്ഷമായ വാക്കേറ്റം. ചർച്ചയ്ക്കിടെ അമിത്ഷായെ സഭയിൽ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിന്മേൽ ചർച്ചയാകാമെന്നും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുന്നുവെന്നും വ്യക്തമാക്കി. स्पीकर सर, मेरा कल एक सवाल था जो हिंदुस्तान के इतिहास में पहली बार डिसीजन लिया गया कि इलेक्शन कमिश्नर्स को फुल फुल इम्यूनिटी दी जाएगी. ठीक है, ये है ना, इसका जवाब इसका पीठ में खत्म नहीं किया सर. इसके पीछे जो थिंकिंग थी वो हमें सबसे पहले बताएं. ठीक है. दूसरी बात, नहीं हरियाणा की जहां इन्होंने बात की, इन्होंने एक उदाहरण लिया, वहां पर अनेक उदाहरण हैं. वो भी आपने दिया था ना, 19 वो भी आपने दिया था, इसलिए दिया. वो भी 19 लाख वहां पे फेक लोग वो उदाहरण आपने दिया था, इसलिए उसका जवाब दिया. और ये भी हमें बता दीजिए, एक्चुअली लेट अस हैव अ डिबेट ऑन माय प्रेस कॉन्फ्रेंस. लेट अस गो. Let us have very good idea. Let us have a debate on the press conference. Amit Shah ji, I challenge you to have a debate on the 3 press conferences. വിധനായ അമിത് ഷാ എന്തു പറയണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് മറുപടി നൽകി. പ്രസംഗം കേൾക്കാൻ ക്ഷമ വേണമെന്നും വോട്ട് ചോരി ആദ്യം നടത്തിയത് കോൺഗ്രസ് ആണെന്നും അമിത് ഷാ ആരോപിച്ചു. अरे सुनिए ना भाई, सुनो ना. दो बड़े बोलते हैं तब बीच में नहीं बोलते. मान्यवर, मेरा भाषण समाप्त हो जाए. प्लीज नहीं. मान्यवर, मेरा भाषण समाप्त हो जाए बाद में. इसमें जितने भी मुद्दे विपक्ष के नेता खड़े करेंगे, मैं मेरी मर्यादा में इसका जरूर जवाब दूंगा. मुझे कोई आपत्ति नहीं. मेरा विनंती है. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, വലിയ വാക്പോരിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയത്. വെല്ലുവിളി, മറുപടി, പരിഹാസം, അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലോക്സഭയിൽ ഇപ്പോൾ നടക്കുന്നത്. SIR സംബന്ധിച്ച ചർച്ച ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, പ്രതിപക്ഷത്തിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അമിത്ഷാ ആക്ഷേപിക്കുന്നത്. 3 തവണയാണ് രാജ്യത്ത് വലിയ തോതിലുള്ള വോട്ട് കൊള്ള നടന്നത് എന്ന് അമിത്ഷാ പറയുന്നു. അതിൽ ഒന്ന്, സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായത് ഈ വോട്ട് ചോരിയിലൂടെയാണ് എന്ന് അമിത്ഷാ പറയുന്നു. അതോടൊപ്പം ഇന്ദിരാഗാന്ധി തനിക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ ഇതുപോലെ ഒരു വോട്ട് കൊള്ള നടത്തി അധികാരം നിലനിർത്താനുള്ളൊരു ശ്രമം നടത്തിയതിനെക്കുറിച്ച് അമിത്ഷാ പറയുന്നു. അതുപോലെ സോണിയാഗാന്ധി മുൻപ് ഇന്ത്യയിൽ പൗരയാകുന്നതിന് മുമ്പ് വോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. അങ്ങനെ കോൺഗ്രസ്സിലും പ്രത്യേകിച്ച് നെഹ്റുവിനുമെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് അമിത്ഷാ ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയത്. രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ താൻ ഒരു തുറന്ന സംവാദത്തിന്, ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു തുറന്ന സംവാദത്തിന് അമിത്ഷായെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ആ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ശബ്ദങ്ങൾക്കും തനിക്ക് കൃത്യമായ മറുപടി പറയാനുണ്ട് എന്ന് അമിത്ഷാ പറയുന്നു. അതിൽ തനിക്ക് യാതൊരു ഭയവും ഇല്ല. രാഹുൽ ഗാന്ധി വലിയ ആക്ഷേപങ്ങൾ, അതായത് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ കേന്ദ്ര ഏജൻസികൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളെയും BJP അല്ലെങ്കിൽ സർക്കാർ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നൊരു സാഹചര്യമുണ്ട് എന്ന ആക്ഷേപം വയ്ക്കുമ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു കെട്ടിച്ചമച്ച കഥയാണെന്ന തരത്തിൽ അമിത്ഷാ പറയുന്നു. നേരത്തെ 2004-ലും 2009-ലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചൊരു പരാതിയും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ വലിയ തോതിൽ പരാതി ഉന്നയിക്കുന്നു. കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടായത്. ഇപ്പോൾ തുടർച്ചയായ പരാജയമുണ്ടാകുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ വലിയ പ്രയാസമില്ല എന്ന് അമിത്ഷാ പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പ്രസംഗത്തിനിടയിൽ തന്നെ ആളുകൾ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. പ്രതിപക്ഷം കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ താൻ അവരെ തടസ്സപ്പെടുത്തിയില്ല എന്ന് അമിത്ഷാ വാദിക്കുന്നു. അതുപോലെ
മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറി പാർത്ത ആളുകളെ ഇന്ത്യയുടെ ഇലക്ട്രൽ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപം അത് ഒരു കള്ളക്കഥയാണ്, ഒരു ഫേക്ക് നെറേറ്റീവാണ് എന്ന തരത്തിൽ അമിത്ഷാ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കൃത്യമായ ഒരു ക്ലീൻ ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ ആർട്ടിക്കിൾ 326 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 അധികാരം നൽകുന്നു എന്ന് അമിത്ഷാ പറയുന്നു. അതുപോലെ തന്നെ BJPയും അംഗങ്ങളെല്ലാം തന്നെ ഇത് കോൺഗ്രസിൻ്റെ കാലത്തും ഇത്തരത്തിൽ ഒരു ഇലക്ട്രൽ പട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരുന്നു എന്നും അതിന് ഈ ഘട്ടത്തിൽ മാത്രം അതിനെ അധിക്ഷേപിച്ച് രംഗത്ത് വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയർത്തുന്നു. ഏതായാലും NDA എല്ലാത്തരം സംവാദങ്ങൾക്കും തയ്യാറാണ്, ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല എന്ന് അമിത്ഷാ പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈ SIR വിഷയത്തിൽ എന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്.